ഒരുപാട് സന്തോഷം. ഇതിപ്പോ വളരെ ഷോർട്ട് നോട്ടീസിലാണ് നമ്മൾ കോട്ടയത്ത് നടക്കേണ്ടിയിരുന്ന ആ ഇവന്റ് നമ്മൾ കൊച്ചി ലുലു മോളിലേക്ക് മാറ്റിയത്. അത് അവിടെ കുറച്ചധികം ആളുകൾ വന്നേക്കാം എന്നുള്ള കാരണം കൊണ്ട് അവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പരിപാടി ഇങ്ങോട്ട് മാറ്റിയത്. ഇപ്പോൾ ഇവിടെ ക്രൗഡ് കണ്ടോ? അപ്പോൾ ഇന്ന് രാവിലെ ആണ് നമ്മളിത് അനൗൺസ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഇത്രയും ആളുകൾ ഇവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി വരികയും ഞങ്ങൾക്ക് ഇങ്ങനൊരു സപ്പോർട്ട് അറിയിക്കുകയും ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. കാര്യം ഇത് ഞങ്ങൾക്ക് തരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. കാര്യം ഞങ്ങൾ ഈ സിനിമ ഇപ്പോൾ അഖിലിൻ്റെ ഒരു 2020 മുതൽ അഖിലും മനസ്സും സ്വപ്നം കാണുന്ന ഒരു സിനിമയാണ്. ആ സമയത്ത് ഞാൻ അതിനുശേഷം അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയായി ഞാൻ അജയൻ്റെ രണ്ടാം മോഷണം കാസർഗോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഷോർട്ട് ഡിവിഷനൊക്കെ കഴിഞ്ഞ ഒരു സ്ക്രിപ്റ്റ് ഇവർ കൊണ്ടുവന്ന് തന്നിരുന്നു 2022 ഡിസംബറിൽ. അതിനുശേഷം പിന്നെ ഈ സിനിമയുടെ ഒരു ഫിൽം മേക്കിംഗ് പ്രോസസ്സ് നമുക്കൊരു 8-9 മാസം നീണ്ടു നിൽക്കുന്ന പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഇന്നലെ ഇതിൻ്റെ ഫൈനൽ മിക്സിങ്ങും കൂടെ കഴിഞ്ഞ് അഖില് എനിക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ സിനിമ നല്ല റിസർച്ച് ചെയ്ത് നല്ലപോലെ അധ്വാനിച്ച് എല്ലാവരും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമയിൽ വിനയ് സാറുണ്ട്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന അദ്ദേഹമാണ്. പിന്നെ തൃഷ മാമുണ്ട്, പിന്നെ ഷമ്മി തിലകൻ ചേട്ടനുണ്ട്, തുടങ്ങി അജുവേട്ടനുണ്ട്, പിന്നെ മേജർ രവി സാറുണ്ട്, അർച്ചന കവി, തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ ഉള്ളതാണ്. പക്ഷെ അതിനേക്കാളും ഒക്കെ മുകളിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റിലും ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിലും ഇത് മേക്ക് ചെയ്തിരിക്കുന്ന രീതിയിലുമാണ് ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്, ഇതിൻ്റെ എഡിറ്റർ ചമൻ ചാക്കോ, ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ ജേക്സ് ബിജോയ്, അവരൊക്കെ അവരുടെ ദി ബെസ്റ്റ് വർക്ക് ഇതിനകത്തേക്ക് പുട്ടിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമയിൽ ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ കോൺഫിഡൻസും വളരെയധികമാണ്. ഒപ്പം നിങ്ങളുടെ ഈ ക്രൗഡിൻ്റെ ഇത്രയും ക്രൗഡ് ഇവിടെ വരികയും ഇത്രയും സപ്പോർട്ടും ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ കൂട്ടുകയാണ്, ഞങ്ങളുടെ പ്രതീക്ഷകൾ കൂട്ടുകയാണ്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കും ജനുവരി 2-ാം തീയതി നിങ്ങളൊക്കെ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണും എന്നുള്ളത്. ആ പ്രതീക്ഷ തെറ്റില്ല എന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും എ വെരി ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. അടുത്ത ഒരു വർഷം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമ്പന്നതയും തുടങ്ങിയ എല്ലാം തികഞ്ഞ വർഷമാവട്ടെ. തുടർന്ന് അങ്ങോട്ട് എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സന്തോഷമാവാൻ ജനുവരി 2-ാം തീയതി ഐഡന്റിറ്റി സിനിമയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you very much. What's your name? ജയസൂര്യ. ജയസൂര്യ. Okay, ജയസൂര്യ നമ്മുടെ പ്രിയപ്പെട്ട ചോവിയുടെ ഒരു ക്യൂട്ട് പിക്ചർ വരച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ഹിസ് ഫാമിലി മെമ്പേഴ്സ്, ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് സൂപ്പർ അമേസിംഗ്. താങ്ക് യു. ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒന്ന് സ്റ്റേജിൽ വന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ ആളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിന്റെ പേര് അറിയാമോ? മിസ്റ്റർ അൺലക്കി ഗൈൻ. എന്തോന്നേ അല്ല, ഇത്രയും കഴിവുള്ള ഒരാള് ഒരിക്കലും സ്വയം അൺലക്കി ഗൈ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഈ 2025 ആണ് ഞാൻ കുറച്ചും കൂടെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നത്. ഇപ്പോൾ AR എന്നുള്ള സിനിമ അന്വേഷിപ്പിൻ കണ്ടെത്തും ഇന്ന് 2 സിനിമകൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇപ്പൊ കഴിയാൻ പോകുന്ന ഈ 2024 എനിക്ക് വളരെയധികം സ്നേഹവും അപ്രിസിയേഷനും നേടിത്തന്നതാണ്. പ്രത്യേകിച്ച് AR എന്നുള്ള സിനിമയിൽ എനിക്ക് 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിൽ ഒന്ന് പാളിപ്പോകാൻ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാവുമായിരുന്നു. പക്ഷെ അതെല്ലാം 3ഉം ഒരുപോലെ സ്വീകരിക്കുകയും എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമാക്കി ആ സിനിമ മാറ്റുകയും ചെയ്തത് പ്രേക്ഷകരാണ്. അതുകൊണ്ട് എനിക്ക് 2024 തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. 2025 അതേപോലെ തന്നെ സ്പെഷ്യൽ ആവും എന്നാണ് എൻ്റെ ഉള്ള പ്രതീക്ഷ. ഇനി സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഈ അവസരത്തിൽ പറയണം എന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ അഖിലിനെയും മനസ്സിനെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ അഖിലിനെ എനിക്ക് 2014 7th ഡേ ചെയ്യുന്ന സമയം മുതലാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഈ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കട്ട പണിയിലാണ് അഖിൽ. കാര്യം നമ്മൾ ഇച്ചിരി അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മൾ തയ്യാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
എല്ലാ ഭാഗത്തു നിന്നും പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാര്യം നമ്മൾ മലയാളത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനൊരു സിനിമ ചിന്തിക്കുകയും അത് മേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല സിനിമയുടെ ഫൈനൽ മിക്സ് ഇന്നലെയാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എനിക്ക് 8:15 ഒരു മെസ്സേജ് അയച്ചേക്കാണ്. ഹോസ്പിറ്റൽ ബെഡിൽ ട്രിപ്പും കയറ്റിക്കൊണ്ട് കിടന്നിരുന്ന അഖിലാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 12:30 ആയപ്പോഴത്തേക്കും തൃശ്ശൂർ എത്തി. ഞങ്ങൾ ഒരുമിച്ച് തൃശ്ശൂരിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെ എനിക്ക് ആ ഫോട്ടോ അയച്ചിട്ട് അഖില് പറഞ്ഞത് വീണു എന്നാണ്. ഇത്രയും ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് പടത്തിന്റെ പരിപാടികൾ തീരുന്നവരെ വീഴില്ല എന്നുള്ളതാണ്. വീണെങ്കിലും ഞാൻ പറഞ്ഞു പരിപാടികൾ കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടെ പരിപാടിയുണ്ട്, റിലീസ് കഴിഞ്ഞിട്ട് വീഴാം എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് പിടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതിന് എൻ്റെ ഒരു പ്രത്യേക സ്നേഹം ഞാൻ അഖിലിനോട് പറയുകയാണ് ഇവിടെ വെച്ച്. താങ്ക് യു.